ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡെയിലി ഫേസ് പാക്ക് ആണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നമുക്കിത് നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ വെറുതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിത് മുഖത്ത് ഇട്ടതിന് ശേഷം അതങ്ങനെ അങ്ങ് ഇട്ടേക്കാം. കാരണം നമുക്ക് വലിയ ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യം, വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം, നമ്മുടെ ചെറിയ വിരല് മുക്കുമ്പോഴത്തേന് എത്ര ചൂടാണോ ഉള്ളത് ആ ഒരു ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഫേസ് നല്ല രീതിക്ക് ഒന്ന് കഴുകി എടുക്കുക. നമുക്ക് കോട്ടൺ പാഡ് യൂസ് ചെയ്യാം, കോട്ടൺ തുണി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നോർമൽ കോട്ടൺ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ മുഖം നല്ല രീതിക്ക് ഒന്ന് കഴുകി കൊടുക്കുക. ഞാൻ നോർമൽ ആയിട്ടാണ് കഴുകി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കടലമാവ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ തൈരോ അല്ലെങ്കിൽ കടലമാവോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല എഫക്റ്റ് കിട്ടുന്നത്. കാരണം നമ്മുടെ ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻറ്റ് പക്ക നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അപ്പം കുറച്ച് കടലമാവ് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഫേസിൽ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഡീപ്ലി ക്ലെൻസ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് വേണ്ട നമ്മുടെ അലോവേര ജെല്ലാണ്. നാച്ചുറൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജെല്ലായാലും മതി. എന്നിട്ട് ഇതിലേക്ക് ഹണി മിക്സ് ചെയ്തതിന് ശേഷം, ഹണി വളരെ കുറച്ചെടുത്താൽ മതി, അധികം ഒന്നും വാരി എടുക്കണ്ട. വളരെ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് ഫേസിലേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ലീവ് ചെയ്തിട്ടേക്കാം. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ വർക്കൊന്നും ചെയ്യാതെ വീട്ടിൽ ചുമ്മാ നിൽക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. അതുപോലെ നമുക്ക് നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ലുക്കൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫേസിൽ വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ സ്മൂത്ത് ഗ്ലോയി ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട് കിടിലനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ. എൻ്റെ റിയൽ ആയിട്ട് നമ്മൾ ഇത് ഇട്ട ശേഷം നമ്മൾ ഫേസ് ഒന്ന് കഴുകി കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഈ കുഞ്ഞു പിള്ളേരുടെ ചന്തിയില്ലേ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ തോന്നുന്നു അറിയത്തില്ല, പക്ഷെ ശരിക്കും അവരുടെ ബോഡിയൊക്കെ ഭയങ്കര സ്മൂത്ത് അല്ലേ, അതുപോലെ ഇരിക്കും. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തതാണ്. കാരണം അത്രയ്ക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും കേട്ടോ, ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ ഇത് കഴുകി കളയുന്ന ടൈമിൽ ചൂടുവെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ നമ്മുടെ ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള എടുക്കുന്ന വീഡിയോ ആണ്. കാരണം ഇങ്ങനെ എടുക്കാൻ കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ കറണ്ട് പോയി, അപ്പൊ ഞാൻ മേളിലോട്ട് കയറിയതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. കുറച്ചുകൂടെ നാച്ചുറൽ ലൈറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാട്ടോ. ഇങ്ങനെയാണോ അതോ നമ്മൾ നാച്ചുറൽ നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ? നിങ്ങൾ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ജസ്റ്റ് കമന്റിൽ പറയാം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ അത് പരിഗണിക്കുന്നതായിരിക്കും. നല്ല സജഷൻസ് മാത്രം പരിഗണിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഫേസ് ഒക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ഞാൻ അപ്പോഴപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം വെട്ടം ഇങ്ങനെ മാറിയും തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയല്ല, അപ്പം വെട്ടം ഉള്ളിടത്തോട്ട് പോവുകയാണ്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മാറുന്നത്. സോ എന്തായാലും ഞാൻ മുഖമൊക്കെ കഴുകി നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ പെട്ടെന്ന് തന്നെ മാസ്ക് ഉണ്ടാക്കി ഇടണം കേട്ടോ. അധികം ലേറ്റ് ആവരുത്, പെട്ടെന്ന് തന്നെ ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാഗിങ് റിങ്കിൾസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മസ്റ്റായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക. ഇത് ഇടാതെ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ എല്ലാ വീഡിയോയിലും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറ്റുന്ന വീഡിയോയിലൊക്കെ പറയുന്നത്. ചിലതിലൊക്കെ മറന്നുപോകും. സോ എന്തായാലും അത് ചെയ്യുക. പിന്നെ ഞാൻ DIY ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പല ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ തന്നെ ചെയ്തു വെക്കുക. എങ്കിലേ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റും കൂടി ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.